ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിലെ വോളിയം 1 പാർട്ട് 4 ആണ്. 2024 ജനുവരി 20 നടത്തിയ LD അക്കൗണ്ടന്റ് ഓർ കാഷ്യർ സ്റ്റേജ് 4ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 15⁵5 പ്ലസ് 5 ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 154 സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണം? ഓപ്ഷൻ ബി 153 പ്ലസ് 154. അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തന്നിരുന്നാൽ അതിന്റെ സ്ക്വയർ മാറ്റിയിട്ട് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ആൻസർ കിട്ടും. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷാജി ഒരു നോവലിന്റെ 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു, ബാക്കിയുള്ള 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു, ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജ് ഉണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിൽ തന്നേക്കുന്നതെല്ലാം തെറ്റാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഷാജി ഒരു നോവലിന്റെ 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഈ നോവലിനെ ഒന്നായിട്ട് എടുക്കാം അല്ലെ. 1. അപ്പം 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു എന്നാണ് പറയുന്നത്. ശനിയാഴ്ച 9/2 ഭാഗം വായിച്ചിട്ട് ബാലൻസ് എത്ര കാണും? 9/7. അതായത് 1 - 2/9. 9/2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7/9 കിട്ടും. അതാണ് ശനിയാഴ്ച 9/2 ഭാഗം വായിച്ചതിന് ശേഷം ബാലൻസ് ഉള്ളത് എത്രയാണ്? 9/7 ഭാഗം. ബാക്കിയുള്ളത്, അതായത് ബാക്കിയുള്ളത് എത്രയാണ്? 9/7 ആണ് അല്ലേ. 7/9 ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഈ 9/7ന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതും? ഞായറാഴ്ച വായിച്ചത് എത്രയാണ്? 7/9 into 1/3 അല്ലേ. 9/7 into 1/3 അല്ലെ. 9/7ന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നോക്കാം. വായിച്ചു, ഞായറാഴ്ച വായിച്ചു. ബാക്കിയുള്ള, അതായത് ഈ 9/7 ഭാഗത്തിന് 1/3 വായിച്ചിട്ട് ബാക്കി എത്രയുണ്ട്? 160 പേജ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. 9/7 ഭാഗത്തിന് നമുക്ക് ഒന്നായിട്ട് എടുക്കാം. ആ ഒന്നിൽ നിന്ന് ആ 1ന്റെ 1/3 ഭാഗമാണ് വായിച്ചതായിട്ട് കരുതാം. ബാക്കി എത്രയുണ്ട്? 2/3 ഭാഗം അല്ലെ. ഈ 2/3 ഭാഗം ആണ് ഈ 160 എന്ന് പറയുന്നത് അല്ലെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 160ന്റെ, അതായത് 160 into 3/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 240 കിട്ടും. ഈ 240 എന്ന് പറയുന്നത് ഏതാണ്? 7/9. അതായത് ശനിയാഴ്ച വായിച്ചതിന്റെ ബാലൻസ് ആണ് ഈ 240 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള പേജ് എത്രയുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യാൻ പറ്റും? 240 into 9/7 അല്ലെ ചെയ്യുമ്പോ എത്ര കിട്ടും? 308.57 എന്നാണ് ആൻസർ കിട്ടുന്നത്. റൗണ്ട് ചെയ്ത് 308 എന്ന് എഴുതാൻ വേണമെങ്കിൽ. പക്ഷെ ഇത് നിങ്ങളും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നോട്ട് ചെയ്തിരുന്നാൽ മതി. നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12% പകുതിയുടെ ദശാംശ രൂപം എഴുതുക എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 0.0625. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9/0.9 into 9/0.9 ഇതിന്റെ എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 56. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ തുക 156 അംശബന്ധം 5:7
ആണ് എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഓപ്ഷൻ ബി 26. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വീട്ടിൽ നിന്ന് രാമു 3 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും. എങ്കിൽ രാമുവിന്റെ വീട്ടിൽ നിന്ന് സ്കൂൾ എത്ര അകലെയാണ്? ഓപ്ഷൻ സി 8 കിലോമീറ്റർ. സമയം കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വേഗത അല്ലെ, സ്പീഡാണ് നോക്കുന്നത്. ഇവിടെ 3 km/h വേഗത്തിൽ സഞ്ചരിക്കാൻ എടുത്ത സമയം x ഡിവൈഡഡ് ബൈ 3. 4 km/h വേഗത്തിൽ സഞ്ചരിക്കാൻ എടുത്ത സമയം x ഡിവൈഡഡ് ബൈ 4. രണ്ട് വേഗത്തിലും എടുക്കുന്ന സമയത്തിന്റെ വ്യത്യാസം 40 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ x ഡിവൈഡഡ് ബൈ 3 മൈനസ് x ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 40 മിനിറ്റ്. x ഡിവൈഡഡ് ബൈ 3 മൈനസ് x ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 60. 60 നമുക്ക് മിനിറ്റ് സെക്കൻഡിലോട്ടാക്കാൻ. അപ്പോൾ എത്ര കിട്ടും? x ഡിവൈഡഡ് ബൈ 3 മൈനസ് x ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ 2/3 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 3 ഇൻറ്റു 4 12 കിട്ടും അല്ലെ. x ഡിവൈഡഡ് ബൈ 12. 12 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്, ഡിവൈഡ് ചെയ്തേക്കുവാണ്. നമുക്ക് അതിനെ ഈക്വലിന് ഇപ്പുറം കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 8 കിട്ടും. 8 കിലോമീറ്റർ ആണ് ആൻസർ വരുന്നത്. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5821 എത്ര നൂറുകളുണ്ട്? ഓപ്ഷൻ ഡി 58. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ എ 1875. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? ഓപ്ഷൻ സി 15%. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേരെ കൂടി ഇവരോട് ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 38 ആയി. എന്നാൽ പുതിയതായി വന്നവരുടെ വയസ്സ് എത്ര? ഓപ്ഷൻ ഡി 48. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 32 -5 മൈനസ് 27 -3 എത്ര എന്നാണ്? ഓപ്ഷൻ ബി 18 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്ന എത്രയെന്നാണ്? ഓപ്ഷൻ എ 70. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിനു ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ഓപ്ഷൻ ഡി 10 മീറ്റർ. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2-1, 4-1, 16-1, 65,536 വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നാണ്. ഓപ്ഷൻ ബി ആണ് 256. കാരണം 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 16ന്റെ സ്ക്വയർ 256. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും ചെയ്തു. 2500 രൂപ ചെലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ എ 16,200. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഓട്ടോക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ ഡി 36.
99-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഓപ്ഷൻ ബി 44%. 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര? ഓപ്ഷൻ സി 5040. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.